കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. അച്ഛൻ വല്യച്ഛന്റെ വീട്ടിൽ നിന്ന് എവിടെ പോയതാമേ? അതെനിക്ക് എങ്ങനെ അറിയാനാ അഞ്ജു? ഞാൻ വിളിച്ചാൽ ആ വീട്ടിലാരെങ്കിലും ഫോൺ എടുക്കാറുണ്ടോ? അവർക്കൊക്കെ ഭർത്താവ് വയ്യാതിരുന്ന സമയത്ത് അയാളെ കൈയൊഴിഞ്ഞ ദുഷ്ടയായ സ്ത്രീയാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് അവരെല്ലാരും എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് തന്നെ. മടക്കിക്കൊണ്ടിരുന്ന സാരി കട്ടിൽ തന്നെ ഇട്ടിട്ട് അവര് ചടച്ച് കസേരയിലിരുന്നു. ചേടാ, അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അച്ഛൻ എവിടെ പോയാലും പെട്ടെന്ന് പോട്ടെന്നങ്ങ് വെക്കാമായിരുന്നു. ഇതിപ്പോ അവളും അച്ഛന്റെ കൂടെ തന്നെ പോയി കാണത്തില്ലേ? അങ്ങനെയാകുമ്പോൾ അവളെ ഇനി എങ്ങനെ കല്യാണത്തിന് സമ്മതിപ്പിക്കാനാ? ഇതുവരെ ഒന്നുമല്ലെങ്കിലും അവള് ആശ്രമത്തിൽ നിന്ന് തിരിച്ച് വല്യച്ഛന്റെ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയെങ്കിലും കാലു പിടിച്ച് സമ്മതിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേങ്കിൽ ഇപ്പോ അവരച്ഛനെയും മോളെയും ഒരുമിച്ച് പോയെങ്കിൽ വീടും കടയും ലേലത്തിലും പോയി. ഇനിയുള്ളത് ആകെ ആ 50 സെന്റാണ്. അതിനാണെങ്കിൽ ഇപ്പൊ തന്നെ മാർക്കറ്റ് വില കോടികളാമേ. ആ അവളെയാണ് അച്ഛനൊപ്പം കാണാതായിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ആകെ പിടിവള്ളി അവൾ. ആ സിദ്ധുവിന് അവളോടുള്ള ഭ്രാന്ത് കാരണം മാത്രം തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരേ ഒരു സ്വത്ത്. ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അഞ്ജുവിന്. സിദ്ധുവിനും അറിയില്ലേ അമ്മേ? ഉത്തരം അറിയാമായിരുന്നെങ്കിലും ഒന്നുകൂടി ചോദിച്ചു. അറിയാമായിരുന്നെങ്കിൽ അവൻ എന്നോട് നിന്റെ വല്യച്ഛനെ വിളിച്ച് അവരെവിടെ പോയെന്ന് ചോദിക്കാൻ പറയോ? നിനക്കെന്തടി അത്രയ്ക്കും ബോധമില്ലേ? ഉം അന്ന് അപ്പച്ചി വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച് വിഷ്ണു ഇറക്കി വിട്ടതിന് ശേഷം വല്യച്ഛൻ അവരോടൊന്നും സംസാരിച്ചിട്ടില്ലല്ലേ? ആന്നേ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവനും. എടി, നിന്റെ കയ്യിലെ അവിടെയുള്ള എല്ലാവരുടെയും നമ്പറില്ലേ? സമയം പോലെ നീ തഞ്ചത്തിലൊന്ന് ചോദിച്ചു നോക്ക്. വിനോദ് നിന്റെ ചങ്കല്ലേ? ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞാലോ? ഹും, ഇപ്പ പറയും. ആ വീട്ടിൽ ആങ്ങി എന്നോട് നല്ലോണം സംസാരിച്ചുകൊണ്ടിരുന്ന വിനോദ് പോലും ഇപ്പൊ എന്നോട് മിണ്ടാറില്ല. കഴിഞ്ഞ ദിവസം അവൻ ഇട്ടിരുന്ന സ്റ്റാറ്റസ് കണ്ട് ഞാൻ സുഖമാണോ എന്ന് ചോദിച്ചന്. ഇല്ലെങ്കിൽ നീ കുറച്ച് കൊണ്ടുവന്ന് തരുമോന്നാ അവൻ എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് വയ്യ അവരുടെ വായിലിരിക്കുന്നൊന്നും കേൾക്കാൻ. അതിന്റെ അർത്ഥം കേൾക്കാനുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി കേട്ടോന്ന് അല്ലേ? ഞാൻ അങ്ങനെയാണോ അമ്മേ പറഞ്ഞത്? അമ്മ ചുമ്മാ ഞാൻ പറയുന്നതൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കല്ലേ. താൻ പറഞ്ഞത് അമ്മയ്ക്ക് കൃത്യമായി മനസ്സിലായെന്ന് മനസ്സിലായിട്ടും അവള് വെറുതെ തർക്കിക്കാൻ ചെന്നു. മതി, നീ ഫോൺ വെച്ചേര്. എനിക്കിനിയും അടുക്കളയിൽ ജോലി ബാക്കി തീർന്നിട്ടില്ല. ഇതിപ്പോ ഞാൻ വരുന്നതിന് മുന്നേ ഈ വീട്ടിലെ ജോലിയെല്ലാം ആരാണ് ചെയ്തതെന്നാ. ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റില്ല. മഞ്ജു കല്ല് കടിച്ചു. അതെന്താമേ? മാമി അടുക്കളയിൽ കയറില്ലേ? ഹോ, കേറും കേറും. കേറ്റലിന്റെ കൂടുതൽ കൊണ്ട് എന്ത് ജോലിയാണെങ്കിലും ഞാൻ വേണം ചെയ്യാൻ. കാരണം ആങ്ങളയ്ക്ക് ചേച്ചി വെക്കുന്ന തോരനാ ഇഷ്ടം, ചേച്ചി വെക്കുന്ന അവിയലാണ് ഇഷ്ടം. ചിക്കനും ബീഫിനും മട്ടനും ഒക്കെ ചേച്ചി വെക്കുന്ന പോലെ ഈ ലോകത്ത് ആർക്കും വെക്കാൻ പറ്റില്ല എന്നൊക്കെ നല്ല പഞ്ചാരയിൽ കുതിർത്ത് പറഞ്ഞ് എല്ലാം എന്നെ കൊണ്ടങ്ങ് ചെയ്യിക്കും. എന്നിട്ട് അവള് ചിരിച്ചുകൊണ്ട് ആങ്ങളയുടെ കൂടെ പോയിരിക്കും. ഇവിടെ നിൽക്കുവല്ലേ, വല്ലതും പറയാൻ പറ്റുമോ? പണിയെടുത്ത് മനുഷ്യന്റെ നടു നിവർന്നു. എന്നാലും ചെയ്തനമില്ല. നാശം പിടിക്കാൻ. ആ അശോകന്റെ കൂടെ അങ്ങ് പോയാ മതിയായിരുന്നു. ഒപ്പം ചെന്ന് നിന്ന് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കായിരുന്നു. ഇതിപ്പോ വെറുതെ വാശി കാണിച്ചിട്ട് അവളൊട്ട് അടുത്തതുമില്ല. ഞാൻ പെടുകയും ചെയ്തു. മഞ്ജുവിന് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ചേച്ചി, ദാ ചേട്ടൻ വിളിക്കുന്നു ചോറ് വിളമ്പിക്കൊടുക്കാൻ. ഓ, വിളിയെത്തി. ഇനി ഞാൻ അങ്ങോട്ട് വിളമ്പിക്കൊടുത്താൽ മാത്രമേ മച്ചിലോട്ടമ്മയ്ക്കും കെട്ടിയോനും ആഹാരം ഇറങ്ങൂ. അവനാണെങ്കിൽ ആങ്ങളെയൊക്കെ തന്നെ. പക്ഷെ ശരിക്കും ഒരു അച്ചിക്കോന്തനാ. പെണ്ണും പുള്ള പറയുന്നതിന്റെ അപ്പുറം ഇല്ല. നാശം പിടിക്കാൻ. ദേഷ്യത്തിൽ ഫോണും കട്ട് ചെയ്ത് മഞ്ജു പോയപ്പോഴും അവരുടെ ദുഃഖമോ ദുരിതമോ ചിന്തിക്കുന്നതിന് പകരം അഞ്ജു പക്ഷെ എങ്ങനെ അനിയത്തി എവിടെയാണെന്ന് അറിയാനുള്ള മാർഗം തിരക്കുകയായിരുന്നു. നല്ല ഒന്നാന്തരം സദ്യയായിരുന്നു ടീച്ചറമ്മ എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരുന്നത്. ആസ്വദിച്ച് തന്നെ അശോകനും ആമ്പലും കഴിച്ചു. കഴിക്കാനിരുന്നപ്പോൾ അശോകൻ ഇപ്പുറം ഇരുന്നവളെ കണ്ടതും തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കാൻ പോയവനെ അതിന് സമ്മതിക്കാതെ വിഷ്ണു കയറി ഇരുന്നപ്പോൾ മുതൽ ഒരുവന്റെ മുഖം കയറി വീർത്തതാണ്. അത് കണ്ടതും വിഷ്ണു ഇരിക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പെണ്ണ് ചുണ്ടു കൂർപ്പിച്ച് സോറി പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഒരുവൻ അവിടെ പിണങ്ങിക്കഴിഞ്ഞു. അതെ, വിധിപ്രകാരം ഇന്ന് എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചു തരുന്നോ? അന്ന് നീ അവളുടെ അടുത്ത് വന്നിരുന്നാ മതി. അതുകൊണ്ട് ദൂരെ ദൂരെ ഇരുന്ന് കാണാൽ മതി, കേട്ടല്ലോ. വാശി പിടിച്ചിരിക്കുന്നതിന് കേൾക്കാൻ വേണ്ടി മാത്രം വിഷ്ണു അത് പറഞ്ഞതും വസുവിന് എത്ര അടക്കി വെച്ചിട്ടും ചിരി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുകൂടിയായതും അവിടെ പൂർത്തിയായി. പക്ഷെ നാളുകൾക്കിപ്പുറം എല്ലാരും കൂടി ഒത്തൊരുമിച്ച് കഴിക്കുന്നതിന്റെ ഒരു സന്തോഷം ആ മേശയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മേശ ശബ്ദമുഖരിതമായിരുന്നു. അവസാനം 2 കൂട്ടം പായസം കൂടി കുടിച്ച് എല്ലാവരും എഴുന്നേറ്റെങ്കിലും ആമ്പല് പായസം പഴഞ്ഞെവിടെ പതിയെ കുടിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവള് സമാധാനത്തിൽ കഴിച്ചോട്ടെ, ബാക്കി എല്ലാവരും എഴുന്നേറ്റോന്ന് മാഷ് പറഞ്ഞപ്പോൾ കൈ ഉണങ്ങണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു, ഏതനൊഴികെ.
അടുത്തുനിന്ന് എല്ലാരും പോയെന്ന് കണ്ടതും ആമ്പൽ കണ്ണുകൾ കൊണ്ടവനെ അടുക്കലേക്ക് ക്ഷണിച്ചു. ചെക്കൻ ദേഷ്യത്തിൽ തലവെട്ടിച്ചതും പെണ്ണു മെല്ലെ ആ ചുണ്ടു പിളർത്തി. അതിൽ തീരാനുള്ള ദേഷ്യമേ അവനുണ്ടായിരുന്നുള്ളൂ. ചിരിച്ചും കൊണ്ട് ഓടി അടുത്തേക്ക് വന്നിരിക്കുന്നവനെ വിരൽത്തുമ്പിൽ പായസം കൂട്ടിക്കുഴച്ചു കൊടുക്കുന്നത് കൈ കഴുകുന്ന വിഷ്ണുവും വസുവും സ്നേഹത്തോടെ നോക്കിയിരുന്നു. നീ അവന് നേരത്തെ മനഃപൂർവ്വം പണി കൊടുത്തതാണ് അല്ലേടാ? ചെക്കന് എന്റെ കൊച്ചിനെ കാണുമ്പോൾ ഞെക്കി പൊട്ടിക്കാനുള്ള ഒരു ഫീലിങ്സ് അവന്റെ മുഖത്ത്. ആങ്ങളെയായ ഞാൻ എടുത്തുള്ളപ്പോൾ അത് സമ്മതിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് അവനെതിരെ വട്ടാക്കുവാണ്. ഓഹോ, എന്നിട്ടിപ്പോൾ എന്തിനാവോ അടുത്തുനിന്ന് മാറിക്കൊടുത്തത്? അവൻ അവളെ ഒരുപാട് ഇഷ്ടല്ലേ വസു. അതുകൊണ്ട് മാത്രമല്ലടാ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ PhD പോലും അവൻ അവൾക്ക് വേണ്ടി പിന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ സ്വന്തം സന്തോഷത്തിന് മുകളിൽ എന്റെ അനിയത്തിയുടെ സന്തോഷങ്ങൾക്ക് വില കൊടുക്കുന്നവന് ഇടയ്ക്കൊരിത്തിരി ഇളവൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോ പ്രേമിക്കുന്നവരുടെ ശാപം കിട്ടിയാലോ? ഒരു കണ്ണിറുക്കി ചിരിയോടെ പറയുന്നവനെ തോളിലൂടെ ചേർത്ത് പിടിച്ച് വസു അവരെ രണ്ടുപേരെ നോക്കി നിന്നു. അപ്പോ എങ്ങനെയാ? ഇപ്പോഴാണോ അതോ നാളെയുള്ളോ? അവൾ വരുമ്പോൾ കേൾക്കുന്നത് അത്രയുമാണ്. പെണ്ണ് ചുറ്റുമിരിക്കുന്ന എല്ലാവരെയും നോക്കി. കാര്യം തനിക്കൊഴികെ അവർക്കെല്ലാം മനസ്സിലായെന്ന് അവരുടെ തിരിച്ചുള്ള നോട്ടത്തിൽ നിന്ന് മനസ്സിലായി. നീ കണ്ണുപിടിച്ചു നോക്കാതെ കാര്യം ചോദിക്കടി. ആലോചിച്ച് നിൽക്കുന്നവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി വിഷ്ണു തോളിലൂടെ കൈയിട്ടു. അല്ല, എന്തോ ഇപ്പൊ പറഞ്ഞേ? അത് മാമന്റെ കടയെപ്പറ്റി പറഞ്ഞതാണ്. കടയെപ്പറ്റിയോ? സംശയത്തിൽ അവളുടെ മുഖം ചെറുകി. പിന്നെ കടയിൽ പോകണ്ടേ? അച്ഛന്റെ കട. പക്ഷേ ഏതൊക്കെ ഓർമ്മയിൽ അവളുടെ കണ്ണു നിറഞ്ഞു. ഒപ്പം മനസ്സിലേക്ക് അമ്മയും ഓടിയെത്തി. അത് കണ്ടതും ഒപ്പം നിന്ന് എല്ലാവരുടെയും മുഖം വല്ലാതെയായി. പഴയതൊക്കെ മനസ്സിൽ നിന്ന് കള പെണ്ണേ. ഇതിപ്പോൾ നമ്മൾ ഇവിടെയല്ലേ ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ നിന്നെ നോക്കണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും ഒക്കെ മാമനൊരു ജോലി വേണ്ടേടി. അതുകൊണ്ട് ഇവിടെ കടയിൽ മാഷച്ചന്റെ പരിചയമുള്ളൊരു കട മാമന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ആ കട ഇന്ന് പോയി മാമൻ കാണുന്നോ അതോ നാളെ മുതലേ കാണുന്നുള്ളൂ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. വിഷ്ണു വിശദീകരിച്ച് തന്നെ പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരൊക്കെ അവൾക്ക് ആ നിമിഷം ദൈവങ്ങളായി മാറുകയായിരുന്നു. എന്തിനാ പോയി കരച്ചിൽ? കടയുടെ കാര്യവും വീട്ടുകാര്യങ്ങളും ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള ചർച്ചയ്ക്കിടയിൽ എപ്പോഴോ അവൾ പുറത്തേക്കിറങ്ങുന്ന കണ്ടാണ് ഏതൻ പിന്നാലെ ചെന്നത്. അത് പിന്നെ അച്ഛന് സങ്കടമായിരിക്കും അല്ലേ? പിന്നെ സങ്കടം കാരണം നിന്റെ അച്ഛനോടെ പുഴയല്ലേ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പോയടി. അവളെ തിരിച്ചു നിർത്തി ആ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ കളിയാക്കിയതും പെണ്ണക്കായി തട്ടിമാറ്റി. ഓ, അപ്പോഴേക്കും കെറിവിച്ചല്ലോ. അവൻ ആ പെണ്ണിന്റെ കവിളൊന്ന് നീട്ടി വലിച്ചു. നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്ക് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വീടും കടയും പോയതിൽ സങ്കടമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുമപ്പുറം മകളെ ഇനി പഠിപ്പിക്കാൻ കഴിയുമല്ലോ എന്നൊരു സന്തോഷമുണ്ട് നിന്റെ അച്ഛന്റെ ഉള്ളിൽ. അത് ഊട്ടി ഉറപ്പിച്ച് വലുതാക്കേണ്ട ജോലി നിനക്കാണ്. നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒന്നിന് 100 പോലെ തിരിച്ചു നൽകാൻ പാകത്തിൽ എന്റെ പെണ്ണ് ഒരു ആൽമരം പോലെ വളരണം. അതിന്റെ തണലിൽ നിൽക്കുമ്പോൾ നിന്റെ അച്ഛന് ഈ ലോകം പോലും ചെറുതായി തോന്നണം. അത്രയും വലിയ ആളാവണം നീ. അതിന് എന്റെ കുഞ്ഞിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ ആവുകയല്ല വേണ്ടത്. ഓരോ സങ്കടത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് എന്റെ കൊച്ചങ്ങ് വലുതാവുകയല്ലേ വേണ്ടേ? അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ച് കുഞ്ഞു കുട്ടികളെ പോലെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നവനെ നോക്കി ഇത്തിരി മാറി നിൽക്കുകയായിരുന്നു അശോകൻ. മാമൻ എന്താ നോക്കി നിൽക്കുന്നത്? പിന്നാലെ ചെന്ന് അശോകനോട് ചോദിക്കെ വിഷ്ണുവും കണ്ടിരുന്നു അവരെ രണ്ടുപേരെയും. മമ, അവര് രണ്ടുപേരെയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേർന്ന് നിൽക്കുന്ന കാണുമ്പോൾ അശോകൻ എന്തെങ്കിലും തോന്നുമോ എന്നുള്ള ചിന്തയിൽ വിഷ്ണു എന്താ പറയാൻ വന്നതും അശോകന്റെ ശാന്തമായ മുഖമാണ് അവൻ കാണുന്നത്. അവളുടെ സങ്കടങ്ങൾ കേൾക്കുകയാണ് ഏതു. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു കിടന്നു. വിഷ്ണുവും നോക്കുമ്പോൾ ശരിയാണ്. എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നവളെ വേറെന്തൊക്കെയോ പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. പിറ്റേ ദിവസം എല്ലാരും കൂടിയാണ് അശോകന്റെ കടയിലേക്ക് പോയത്. നാട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ ഒരു ചെറിയ ഇലക്ട്രിക്കൽ ഷോപ്പ്. മാഷച്ചന്റെ നാടായതുകൊണ്ട് തന്നെ എല്ലാവരെയും മാഷാണ് വിളിച്ച് പുതിയ ആളെ കാണിച്ചു കൊടുക്കുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന ചെറിയൊരു ഉദ്ഘാടനത്തിന് അവരെയൊക്കെ നേരിട്ട് ക്ഷണിക്കുന്നുമുണ്ട് ഇടയ്ക്ക്. ചുറ്റുമുള്ള മാറ്റങ്ങളെയൊക്കെ പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും കഴിവതും ഒഴുക്കിനൊപ്പം പോവാൻ അച്ഛനും മോളും കാര്യമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അന്നും ഉച്ചയ്ക്കും വൈകുന്നേരവും ടീച്ചറിന്റെ അടുത്ത് തന്നെയായി ആഹാരം. ഇതിനിടയിൽ തലേന്ന് മുതൽ മനസ്സിൽ കയറിയ ഒരു സംശയത്തിന് നിവൃത്തി കിട്ടാൻ വേണ്ടി ഒരുത്തനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ മാക്സിമം നോക്കി നടക്കുകയായിരുന്നു ആമ്പലു. അതറിഞ്ഞിട്ടോ അതോ തലേ ദിവസത്തെ വിഷ്ണുവിന്റെ ക്ലാസ്സോ അന്നൊരു ദിവസം മുഴുവനും അവൾക്ക് മുന്നിൽ ഉണ്ടായിട്ടും എത്തിപ്പെടാൻ പറ്റാത്ത ഒരൊറ്റ നക്ഷത്രം പോലെയായി അവന്റെ സഞ്ചാരം. അവസാനം രാത്രിയായിട്ടും അവനെ കാണുന്നില്ലെന്ന് തോന്നി അവൾ നേരെ അശോകന്റെ അടുക്കിലേക്ക് ചെന്നു. അച്ഛാ,
നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ നല്ലേ മോളെ കുറച്ചു മുന്നേ വന്നേ. പിന്നെന്തു പറ്റി? എനിക്ക് ഹരൺ സാറിനെ ഒന്ന് കാണണം. ഉച്ച മുതൽ കാണുകയാണ് അവനോടെന്താ ചോദിക്കാൻ വേണ്ടി നടക്കുന്നവളെ. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അദ്ദേഹം ഒപ്പം ചെന്നു. അങ്ങോട്ട് പോയതിന് പുറകെ തന്നെ കയറി വരുന്ന അച്ഛനെയും മകളെയും കണ്ട് മാഷും ടീച്ചറും തെല്ലൊന്ന് അമ്പരന്നു. എന്തുപറ്റി? എന്തെങ്കിലും മറന്നോ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ പൊക്കോട്ടെ? ചോദ്യത്തിന് മറുപടി ചോദ്യം ഉത്തരം കിട്ടിയതും അവർ തല ഉലുക്കി. ഒപ്പം കാര്യം എന്താണെന്നുള്ള രീതിയിൽ അശോകന്റെ നേരെ പുരികം പൊക്കി ചോദിക്കുന്നതും കണ്ടു. അറിയില്ലെന്ന് ഇരുതോറുകൾ പൊക്കി മറുപടി നൽകുന്ന അച്ഛനെ കണ്ടിട്ടും അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി. മുറി അറിയാവുന്നത് കൊണ്ട് തന്നെ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് കയ്യിലിരുന്ന ബുക്കുമായി ജനലിനോട് ചേർന്ന് കേട്ടിരിക്കുന്ന തറയിലേക്ക് തല ചായ്ച്ചിരുന്ന് വായിക്കുന്നവനെയാണ്. വായനയിൽ അത്രയും ഗാഠമായി അമർന്നതുകൊണ്ടാകും ഒരുവൾ അടുത്തു ചെല്ലുന്നത് അവൻ അറിഞ്ഞില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് മുന്നിൽ കണ്ട നിഴലിൽ പകച്ചു നോക്കുമ്പോൾ മുഖം വീർപ്പിച്ച് തന്നെ ദേഷ്യത്തോടെ നോക്കുന്നവളെ ഒറ്റ വലിക്ക് മടിയിലേക്കിരുത്തി ഇറുക്കി കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ച് ചേർത്തു പിടിച്ചു കഴിഞ്ഞിരുന്ന ഒരുവൻ. അപ്പൊ കാണാവേ. എല്ലാരോടും നിറയെ നിറയെ ഇഷ്ടം. അടുത്ത ഭാഗവുമായി വേഗത്തിൽ വന്നേക്കാം. നന്ദി.